ഇന്നത്തെ വീഡിയോ എപ്പീഷ്യ പ്ലാന്റിനെ കുറിച്ചാണ് കേട്ടോ. നമുക്കിത് ഹാങ്ങിങ് ആയിട്ട് നിറയെ പൂക്കളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് എപ്പീഷ്യ പ്ലാന്റ്. എപ്പീഷ്യ പ്ലാന്റിൻ്റെ കട്ടിങ്സിൽ നിന്ന് പുതിയ പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം തന്നെ നമുക്കിതിൻ്റെ പോട്ടി മിക്സ് എന്താണെന്ന് നോക്കാം. സാധാരണയായിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സാണ് എപ്പീഷ്യ പ്ലാന്റിന് വേണ്ടത്. ഈ പ്ലാന്റിന് ഒരുപാട് വെള്ളമൊന്നും കെട്ടിക്കിടക്കാൻ പാടില്ല. ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം മാത്രം നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത് മണൽ വേണം, ഗാർഡൻ മണ്ണ് വേണം, പിന്നെ കൊക്കോ പീറ്റ്, പിന്നെ വേണ്ടത് കമ്പോസ്റ്റ്. ഇത്ര മിക്സാണ്. ഇത് 4 കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ചെടി നട്ടു കൊടുക്കാൻ പറ്റും. ചെടി നന്നായിട്ട് പിടിച്ചെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇതിന് ലിക്വിഡ് ഫെർട്ടിലൈസറുകൾ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, ചെടി നന്നായിട്ട് വളരാനായിട്ട്. അപ്പോൾ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് വളർത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്. ചെടിക്ക് വളമായിട്ട് നമുക്ക് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നിറയെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ലിക്വിഡ് ഫെർട്ടിലൈസറുകൾ കൊടുക്കാം. ലിക്വിഡ് ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ നമുക്ക് പഴത്തൊലി 1 ലിറ്റർ വെള്ളത്തിൽ 2 പഴത്തൊലി അരിഞ്ഞിട്ടിട്ട് 2 ദിവസം അങ്ങനെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഇലകളിലും തണ്ടിലൊക്കെ നന്നായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതിൽ നിറയെ പൂക്കളുണ്ടാവും. ചെടി വളർന്ന് വലുതായി വരുമ്പോൾ എന്തായാലും പുഴുക്കളും പ്രാണികളും കീടങ്ങളൊക്കെ വരും. അത് നശിപ്പിക്കാനായിട്ട് നീം ലീഫിൻ്റെ സ്പ്രേ ഉണ്ടാക്കി വെക്കാം. ആ സ്പ്രേ അടിച്ചു കൊടുത്താൽ മതി, എല്ലാ കീടങ്ങളും പോയിക്കോളും. നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരുകയും ചെയ്യും. ഇതിന് സൺലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട, ഷെയ്ഡുള്ള സ്ഥലത്താണ് നമ്മൾ ഈ പ്ലാന്റ് വെക്കേണ്ടത്. ഈ ചെടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇതിൻ്റെ തണ്ടൊക്കെ വളരെ സോഫ്റ്റാണ്. അപ്പോൾ മഷിത്തണ്ട് പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതിന് ഒരുപാട് വെള്ളം കൊടുത്ത് കഴിഞ്ഞാൽ ഈ ചെടി നശിച്ചു പോവും, ചീഞ്ഞു പോകാൻ ഇടവരുത്തും. അപ്പോൾ പിന്നെ മഴക്കാലത്തൊന്നും ഈ ചെടി പുറത്ത് തൂക്കിയിടരുത്. നമ്മൾ അതെടുത്തിട്ട് ഒരു ഷെയ്ഡിലേക്ക് മാറ്റിയിടുക. മഴക്കാലത്തൊക്കെ നമ്മൾ ചട്ടി നോക്കുക, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ചെടി നല്ല ഉഷാറായിട്ട് പെട്ടെന്ന് വളർന്നു വരണമെങ്കിൽ ഇതിനെപ്പോഴും ലിക്വിഡ് ഫെർട്ടിലൈസറുകൾ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇതിൻ്റെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ചെടി നല്ല രീതിയിൽ വളർച്ച. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ ചെടി. അപ്പോൾ ഇതിന് നല്ല രീതിയിൽ നമ്മൾ ഫെർട്ടിലൈസറൊക്കെ കൊടുത്ത് കെയറൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നിറയെ പൂക്കളാണ് ഉണ്ടാവുക. ഈ ചെടി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ വീട്ടിൽ ഒരുപാട് ഇതിൻ്റെ ചെറിയ ചെറിയ കട്ടിങ്സ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കുറേ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. 15 ദിവസം കൂടുമ്പോഴേ നമുക്ക് ഇതിനെ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു ആഴ്ചയിൽ 1 പ്രാവശ്യം ബനാന പീൽ വാട്ടറും കൊടുക്കാം. അത് ചെടികളുടെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇന്ന് എപ്പീഷ്യ പ്ലാന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് കാണാം.